പുരുഷൻ്റെ ഐഡൻറ്റിറ്റിയും സൂക്ഷിക്കണം, പ്രൈവസിയും സൂക്ഷിക്കണം. അവര് കുറ്റവാളിയാണ് തെളിയിക്കപ്പെടുന്നവർ. ഇത് തന്നെയാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് കുറേ അനുഭവങ്ങൾ എനിക്കിങ്ങനെ ഉണ്ടായി. കുറേ ആത്മഹത്യകൾ കണ്ടു. ഞാൻ ഡൽഹിയിൽ സ്ഥിരം താമസിക്കുന്ന 37 വർഷമായിട്ട് താമസിക്കുന്ന ഒരാളാണ്. ഞാനൊരു സാമൂഹിക പ്രവർത്തക കൂടിയാണ്. ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്ന സാമൂഹിക സംഘടനയുടെ ചെയർമാനാണ്. ഞാനൊരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ആ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ പല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. ഒരു ഫാമിലി ഫുള്ളി ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. കാരണം രാത്രി ഇവരുടെ അച്ഛനെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഒരു ഓഫീസിൽ വച്ചിട്ട് ഒരു ചെറിയ പ്രശ്നത്തിന് വേണ്ടിയിട്ട് അയാളുടെ പേരിൽ ഓഫീസറുടെ ഭാര്യയെ കൊണ്ട് ഒരു കള്ളക്കേസ് കൊടുപ്പിച്ചു. ആ കള്ളക്കേസിൽ 5ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കുട്ടികളുള്ള ഒരു ഭർത്താവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. രാവിലെ ഡൽഹിയിലുള്ള മുഴുവൻ പത്രങ്ങളിലും ദൈനിക ജാഗരണിൽ ഉൾപ്പെടെ ന്യൂസ് വന്നു. അപ്പോഴത്തേക്ക് ആ അമ്മ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് കൈ മുറിച്ചു. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, എനിക്കിനി ജീവിക്കണ്ട, ഞങ്ങളിനി ആത്മഹത്യ ചെയ്യുള്ളൂ. കാരണം അവരൊരു അഗർവാൾ ഫാമിലിയാണ്. ഈ അഗർവാൾ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര നാണക്കേട്, ഭയങ്കരമായിട്ട് അവർക്ക് ഷൈ ഉള്ളതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതൊരു അത്യാവശ്യം നല്ല ഫാമിലി ആയിരുന്നു. എന്നിട്ട് അവരെ ഞങ്ങൾ രക്ഷപ്പെടുത്തി അവരെ വിട്ടു. ഒരു 3ാമത്തെ ദിവസം അവിടെ ഒരു കനാലിൽ ഒരു ഡ്രൈനേജ് പോലുള്ളൊരു സ്ഥലത്ത് ചാടി 3 പേരും ആത്മഹത്യ ചെയ്തു.